വ്യൂവേഴ്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നമ്മുടെ എക്സാമിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ബഹുത് ദിനോं के बाद. അപ്പോൾ നാഗാർജുൻ്റെ കവിതയായ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ബഹുത് ദിനോं के बाद എന്ന് പറയുന്ന കവിത എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. 7 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ അല്ല, അങ്ങനെ 3-4 ചോദ്യങ്ങളായിട്ട് 7 മാർക്കിനാണ്. ഈ ഒരു ചെറിയ കവിതയാണ്. ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കവിത എന്താണെന്ന് നോക്കിയാലോ. യെസ്, നോക്കൂ, നാഗാർജുൻ്റെ കവിതയാണ് ബഹുത് ദിനോं के बाद. നമുക്കറിയാം, ഏതൊരു കവിത നമ്മൾ പഠിക്കുമ്പോഴും കവി ആരാണെന്ന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം നമുക്കത് ആശയത്തിൽ എഴുതാനുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന കവിത, അതിൻ്റെ ആശയം കവിയുടെ ഭാവനയാണ് അല്ലേ. അപ്പോൾ കവിക്ക് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻസ്. കവിയുടെ ഭാവനയ്ക്കനുസരിച്ചാണ് നമ്മൾ ആ കവിതയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നാഗാർജുൻ്റെ കവിതയാണ് ബഹുത് ദിനോं के बाद. എന്താണ് ബഹുത് ദിനോं के बाद എന്ന് പറഞ്ഞാൽ? ബഹുത് ദിനോം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വളരെ നാളുകൾ അല്ലേ, ഒരുപാട് ദിവസങ്ങൾ. ദിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ബഹുത് ദിനോं के बाद എന്ന് പറഞ്ഞാലോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. എന്താണ് ആ വരിയുടെ അർത്ഥം തന്നെ മനസ്സിലാക്കി വെച്ചാൽ തന്നെ കവിത പകുതി നിങ്ങൾ പഠിച്ചു. കാരണം ഈ കവിതയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വരിയാണ് ബഹുത് ദിനോं के बाद, ബഹുത് ദിനോं के बाद. അപ്പോൾ അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കവിത ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ വരി തന്നെ കവിതയിൽ നമുക്കിതാണ്, ബഹുത് ദിനോं के बाद अब की मैंने जी भर देखी पक्की सुनहली फूलों की मुस्कान ബഹുത് ദിനോं के बाद. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിലാണ് പറയുന്നത് ബഹുത് ദിനോं के बाद, വളരെ നാളുകൾക്ക് ശേഷം. അബ് കി മേനെ ജി ഭർ ദേഖി. ജി ഭർ ദേഖി എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് നിറയെ ഞാൻ കണ്ടു, മനസ്സ് നിറയെ കണ്ടു. എന്താ കണ്ടത്? പക്കി സുനഹിലി അല്ലേ. പക്കി സുനഹിലി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വിളഞ്ഞ് പാകമായ ഫസലോ കി മുസ്കാൻ അല്ലേ. ഈ കവിതയിൽ കവി തൻ്റെ ഗ്രാമത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. തൻ്റെ ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? നമ്മുടെ മനസ്സിലേക്ക് ഷുവറായിട്ട് വരുന്ന കാഴ്ച പാടമാണ് അല്ലേ. എന്താണോ ആ നാട്ടിലെ കൃഷി, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചെടി, മരം, കാഴ്ച. ചില ഗ്രാമങ്ങളിൽ ഒരുപാട് അരുവികളൊക്കെ കാണും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതായിരിക്കും. ചിലയിടത്ത് വലിയ തോട്, പുഴ. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഇവിടെ കവി പറയുന്നത് കവിയുടെ ഗ്രാമത്തിലേക്ക് കവി ദിവസങ്ങൾക്ക് ശേഷം കണ്ടു, മനസ്സറിഞ്ഞ് കണ്ടു. അപ്പോൾ തീർച്ചയായും കുറേ നാളുകൾ ഗ്രാമത്തിൽ ഇല്ലാത്ത ഒരാളായിരിക്കുമല്ലോ അല്ലേ. അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാൾ പുറത്തൊക്കെ നിന്ന് തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ തനിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അതാണ് ഇവിടെ കവി ഈ കവിതയിലൂടെ നമ്മളോട് പങ്കുവെക്കുന്നത്. പക്കി സുനഹിലി എന്ന് പറഞ്ഞാൽ നല്ല പാകമായ സുനഹിലി എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറം പോലുള്ള, സ്വർണത്തിൻ്റെ നിറമുള്ള, ഫസലോ കി മുസ്കാൻ, മുസ്കാൻ ചിരി അല്ലേ. ഫസൽ എന്ന് പറഞ്ഞാൽ എന്താ? വിളവ്. അങ്ങനെയുള്ള പാകമായ വിളവ്, സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളുടെ ചിരി ഞാൻ കണ്ടു. എപ്പോൾ? ബഹുത് ദിനോं के बाद. എപ്പോഴാണ് കവി കണ്ടത്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ബഹുത് ദിനോं के बाद ही देखा है. അടുത്തത് കവി പറയുന്നത് എന്താ നോക്കൂ. ബഹുത് ദിനോं के बाद अब की मैं जी भर सुन पाया അല്ലേ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം മനസ്സറിഞ്ഞു കേട്ടു. ആദ്യം കണ്ടതാ പറയുന്നത്, പിന്നെ കവി കേട്ടു. എന്താണ് കേട്ടത്? ദാനക്കൂട്ട് തീ എന്ന് പറഞ്ഞാൽ എന്താണ്? നെല്ല് കുത്തുന്ന, ധാന്യം കുത്തുന്ന. കിഷോരിയോ കി കോകിൽ ഖണ്ഡി ധാൻ എന്ന് പറഞ്ഞാൽ കോകിൽ ഖണ്ഡി, താളത്തിലുള്ള എന്ന് വെച്ചാൽ കോകിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിലാണ് അല്ലേ. അപ്പോൾ നല്ല സ്വരത്തിലുള്ള യുവതികളുടെ ഗാനം. അപ്പോൾ നമുക്കറിയാം, ഞാറ് നടുമ്പോഴും അല്ലേ, നമ്മൾ ഒരുപാട് നാടൻ പാട്ടുകളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്?
നമ്മുടെ കൃഷിയും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കേൾക്കുന്ന, നമ്മൾ അവതരിപ്പിക്കുന്ന പല നാടൻ പാട്ടുകളും. അപ്പോൾ അതുപോലെ കൃഷിയിടങ്ങളിൽ അവർ പാടുന്ന അല്ലെ കിശോരിയം എന്ന് പറഞ്ഞാൽ യുവതികളാണ്. ഈ യുവതികളുടെ പാട്ടും അദ്ദേഹം കേട്ടു. അപ്പൊ ആദ്യം അദ്ദേഹം തൻ്റെ ഗ്രാമത്തെ കണ്ടറിഞ്ഞു, പിന്നീട് കേട്ടറിഞ്ഞു അല്ലെ. ഇവിടെ കാണുകയാണ്, ഇവിടെ സുൻപായ എന്ന് പറഞ്ഞാൽ കേട്ടു, കേൾക്കാൻ സാധിച്ചു എന്നൊക്കെ പറയാം. ഇനി കവി പറയുന്നത് ബഹുത് ദിനോ കെ ബാദ്, വീണ്ടും പറയുന്ന അത് തന്നെയാണ് അല്ലെ, വളരെ നാളുകൾക്ക് ശേഷം अब की मैंने जी भर सूधे मौल सिरी के ठेर ठेर से താസേ ടട്കെ ഫൂൽ. എന്താ പറയുന്നത് അല്ലെ, എന്താണ് സൂദേ, ജീബർ സൂദേ, സുഗന്ധം കിട്ടി അല്ലെ, മണത്തു എന്നാണ് പറയുന്നത്. ബഹുത് ദിനോ കെ ബാദ്, ഒരുപാട് ദിനങ്ങൾക്ക് ശേഷം എനിക്ക് ആ ഗന്ധം കിട്ടി. എന്ത് ഗന്ധമാണ്? മൗൽസിരിക്കെ, മൗൽസിരി എന്ന് പറഞ്ഞാൽ ഇലഞ്ഞി മരം എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, ആ ഇലഞ്ഞി മരമാണ്. ഇലഞ്ഞിയുടെ താസേ ടട്കെ ഫൂൽ എന്ന് പറഞ്ഞാൽ വളരെ പുതിയ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ. പുതുപുത്തനായ പൂവിൻ്റെ ഗന്ധം അല്ലെ, ഇലഞ്ഞിപ്പൂ വിരിഞ്ഞ ഉടനെയുള്ള മണം. ആ ഇലഞ്ഞി മരത്തിൻ്റെ അടുത്തുകൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ സുഗന്ധം അനുഭവിക്കാൻ പറ്റും. അങ്ങനെ കവി പറയാണ്, വളരെ നാളുകൾക്ക് ശേഷം മേനെ ജീബർ സൂദേ അല്ലെ, ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ ആസ്വദിച്ചു. എന്താണ് ആസ്വദിച്ചത്? ഇലഞ്ഞിപ്പൂവിൻ്റെ, അതും ഫ്രഷായ ഇലഞ്ഞിപ്പൂവിൻ്റെ ഗന്ധം. ബഹുത് ദിനോ കെ ബാദ്, വീണ്ടും കവി പറയാണ് കേട്ടോ, ബഹുത് ദിനോ കെ ബാദ്, ഇതൊക്കെ ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നമുക്ക് എണ്ണി പറയാൻ, തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും ദിവസങ്ങൾക്ക് ശേഷം. ബഹുത് ദിനോ കെ ബാദ് അബ് കീ മേ ജി ബർ ഛൂപായ അപ്നി ഗാവ് ഈ ഭഗ്ഡണ്ഡി की ചന്ദന വർണ്ണി ധൂൽ. ഇനി ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് എന്താക്കാൻ സാധിച്ചത്? എനിക്ക് സ്പർശിക്കാൻ സാധിച്ചത്. എന്തിനെ? അപ്നി ഗാവ് ഈ, തൻ്റെ ഗ്രാമത്തിലെ, ഗാവി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ പഗ്ഡണ്ഡി വഴി അല്ലെ, ഗ്രാമത്തിലെ വഴിയിലെ ചന്ദന വർണ്ണി ധൂൽ അല്ലെ, ചന്ദനം പോലുള്ള, ചന്ദനത്തിൻ്റെ പൊടി പോലുള്ള പൊടി, മണ്ണിൻ്റെ പൊടികൾ. കാരണം നമ്മൾ പറയുന്ന ആ വഴിയിലെ മണ്ണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ, പക്ഷെ കവി അതിനെ കാണുന്നത് എങ്ങനെയാണ്? അതിനെ കുറച്ചുകൂടി പ്രഷ്യസ് ആയിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. നമ്മളെ സംബന്ധിച്ച് വെറും മണ്ണ് എന്ന് നമ്മൾ പറയുന്നിടത്ത് അദ്ദേഹം ചന്ദനം പോലെ, അത്രയും ഒരു പുണ്യമുള്ളതായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ചന്ദന നിറമുള്ള ആ പൊടി, ചന്ദന പോലുള്ള ആ മണ്ണിലൂടെ പൊടിയെ എനിക്ക് സ്പർശിക്കാൻ സാധിച്ചു. ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് അതിനെ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചു. ഇനി അവസാനമായിട്ട് കവിതയുടെ അവസാന ഭാഗത്തിൽ പറയുന്നത് ബഹുത് ദിനോ കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം അബ് കി മേനെ ജി ബർ താൽ മഖാന ഖായ ഘന്നെ ചൂസെ ജി ഭർ. താൽ മഖാന എന്ന് പറയുന്നത് ഒരു ഔഷധ ചെടിയാണ് കേട്ടോ. ആ ഗ്രാമത്തിലെ ഔഷധ ചെടി ഒരു പക്ഷേ വളരെ നാളുകളില്ലാത്ത ഒരാൾക്ക് അല്ലേ, നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്നു, ഒരു പക്ഷെ പുറം രാജ്യത്തോ മറ്റേതെങ്കിലും നഗരത്തിലോ ജീവിച്ച് ഒരാൾ തിരിച്ചു വരുമ്പോൾ അയാൾ അതിനൊക്കെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. മെയിനെ ജി ഭർ താൽ മഖാന ഖായ. താൽ മഖാന എന്ന് പറയുന്നത് ഒരു ഔഷധ ചെടിയാണ്. ഗന്നെ ചൂസെ ജീബർ, അത് കൂടാതെ കരിമ്പിൻ്റെ നീരും ധാരാളമായിട്ട് രുചിച്ചു. എന്താ പറയുന്നത്? ഗന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? കരിമ്പാണ്.
കരിമ്പിൻ്റെ നീരും ധാരാളമായിട്ട് അദ്ദേഹം കഴിച്ചു. അതൊക്കെ എത്രയാണ്? ബഹുത് ദിനോക്കെ ബാദാണ്, വളരെ നാളുകൾക്ക് ശേഷമാണ്, ദിനങ്ങൾക്ക് ശേഷം. ബഹുത് ദിനോക്കെ ബാദ്, ഇനിയും കവി പറയാണ് ബഹുത് ദിനോക്കെ ബാദ് അബ് കി മേനെ ജി ഭർ ഭോഗേ ഗന്ധ് രൂപ്, വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ഇതൊക്കെ സ്വന്തമാക്കി, അല്ലെ, ഞാൻ ഇതൊക്കെ ആസ്വദിച്ചു. എന്തൊക്കെയാണ്? ഗന്ധ് ഗന്ധം, രൂപ് രസ്, ശബ്ദ് സ്പർശ്, സാബ് സാത് സാത് ഇത് ഇസ് ഭൂപർ എന്നാണ് പറയുന്നത്. ഇസ് ഭൂപർ എന്ന് പറഞ്ഞാൽ ധർത്തി, ധർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് എന്നുദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറയില്ലേ, നമ്മൾക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത് മൊത്തമായിട്ട്, അല്ലേ? പിന്നെ നമുക്ക് നമ്മുടെ ജന്മനാട് എന്ന് പറയില്ലേ, അത് ഭൂമി തന്നെ അല്ലേ? ഇവിടെ ഭൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവിയുടെ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് ഇതെല്ലാത്തിനെയും ആസ്വദിച്ചു, അല്ലേ? ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ആ ഗ്രാമത്തെ കവിക്ക് ആസ്വദിക്കാൻ സാധിച്ചു എന്നാണ് കവി പറയുന്നത്. കണ്ണുകൊണ്ട് കണ്ടു, ഗന്ധം ഞാൻ ആസ്വദിച്ചു, രുചി അറിഞ്ഞു, പിന്നെ അത് കൂടാതെ സ്പർശിച്ചു, അല്ലേ? അപ്പം അങ്ങനെ എല്ലാ രീതിയിലും തൻ്റെ ഗ്രാമത്തെ നന്നായിട്ട് അറിഞ്ഞു, മനസ്സിലാക്കി, കേട്ടു, എല്ലാം കൊണ്ടു, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും, അല്ലേ? തൊട്ടറിഞ്ഞു, രുചിച്ചറിഞ്ഞു, കേട്ടറിഞ്ഞു, കണ്ടറിഞ്ഞു, സ്പർശിച്ചറിഞ്ഞു തൻ്റെ നാടിനെ. അതിൻ്റെ ഒരു ആനന്ദമാണ് കവി ഈ കവിതയിലൂടെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കവിത എന്താണെന്ന് മനസ്സിലാക്കി, കവി എന്തൊക്കെയാണ് കവിതയിലൂടെ പറയുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ കവിതയിൽ നിന്ന് എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പിന്നെ നമുക്ക് കവിതയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാർക്കിന് ചോദിക്കുന്ന 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യവും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ നാളത്തെ ലൈവിലായിരിക്കും നമ്മളതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നാളത്തെ ഹിന്ദിയുടെ ലൈവിൽ മാക്സിമം നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.